ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:22 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസ് ഇതവിടെ 51,944 താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ 52,577 മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം. അതിൻ്റെയൊക്കെ സെൻറ്ററിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി ഒരു ഏരിയ ഇല്ല ബാങ്ക് നിഫ്റ്റിയിൽ എന്ന് പറഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഏരിയ ഇല്ല. പക്ഷേ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള. അപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയ ഇന്ന് ടാപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. നിഫ്റ്റിയിലാണെങ്കിൽ ഇതേപോലെ തന്നെ നിഫ്റ്റി 24,351, അതുപോലെ 24,336 രണ്ടും നല്ല ലിക്വിഡിറ്റി ഏരിയാസാണ്. കാരണം പ്രീവിയസ് ഡേൻ്റെ ഹൈ ആണ്. കാരണം ഒരു വൺ ഡേയ്സ് എടുത്തതിന് ശേഷമുള്ള ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അതാണ് അപ്പ് സൈഡിലുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഡൗൺ സൈഡ് ഒരുപാട് താഴെയാണ് നിഫ്റ്റിയിലുള്ളത്. പിന്നെ ഇന്ന് ചെറിയൊരു ഇൻറ്റേർണലൊക്കെ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. അവർ ഏരിയ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചില്ല. അതൊരു ലിക്വിഡിറ്റി ഏരിയ ആണത്. ഇൻറ്റേർണലി ഉള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പം നിഫ്റ്റി ആ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ എൻട്രി ഒന്നും വന്നിട്ടില്ല. ഒരു ഏരിയ ഉണ്ട്. കുഴപ്പമില്ല, നല്ല ചാൻസ് വരട്ടെ. ചാൻസ് വരുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ മതി. നല്ല പ്രോപ്പർ സെറ്റപ്പിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്നലത്തെ ട്രേഡ് അറിയാം. ഇന്നലത്തെ ട്രേഡ് കറക്റ്റ് നമ്മൾ 10,000 എബോവ് പ്രോഫിറ്റ് വെച്ച സാധനം 9,500 ഒക്കെ വന്നിട്ട് ലോസ് വന്നതാണ് ഇന്നലത്തെ ദിവസം അല്ലേ. അപ്പോൾ ഇന്നലെ ഒരുപാട് കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കമൻസ് വെച്ചാൽ ഗ്രീഡ് കൂടിയിട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് 9,500 കിട്ടിയിട്ട് ബുക്ക് ചെയ്തില്ല, 500 രൂപക്ക് വേണ്ടി എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മാർക്കറ്റ് കഴിയുമ്പോൾ നമുക്കിതൊക്കെ കാണുള്ളൂ. അതായത് പ്രോഫിറ്റ് 10,000 വരെ പോകുള്ളൂ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതുപോലെ ഇത് നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞാൽ പറയാം നിങ്ങൾക്ക് അത് 9,000 തന്നെ ബുക്ക് ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ. ഇത് ശരിക്കും ഇത് എന്താണെന്ന് പറയുന്നത് ഇതൊരു തോന്നലാണ്. മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത്തരം തോന്നലുകൾ ഭയങ്കരമായ ഡേഞ്ചറസ് ആണ്. കാരണം ഇത്തരം തോന്നലുകളും വെച്ച് 2-3 വർഷം ഞാൻ ട്രേഡ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര അതിന് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റ് കഴിയുമ്പോൾ തോന്നും എനിക്ക് 9,000 ബുക്ക് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടെ കോസ്റ്റ് വെച്ചാൽ മതിയായിരുന്നു. പല ചിന്തകളും ഉണ്ടാവും. അപ്പോൾ ഇത്തരം ചിന്തകളല്ല നമുക്ക് വേണ്ട. എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു എക്സിക്യൂഷൻ, ഈ ടൈമിൽ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ വേണം. ഇന്ന ഏരിയയിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കുള്ളൂ, ഇന്ന ഏരിയ എത്തുമ്പോഴേ ടാർഗറ്റ് ബുക്ക് ചെയ്യുള്ളൂ, ഇന്ന ഏരിയ എത്തുമ്പോഴേ സ്റ്റോപ്പ് ലോസ് കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. വ്യൂ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ഹാപ്പി ആവും. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ ട്രേഡിൽ സ്ലൈറ്റ്ലി ഇന്ത മണി എടുത്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദർശ് കറക്റ്റ് 1:5 ബുക്ക് ചെയ്തു. പക്ഷേ എനിക്ക് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണിയാണ് ഞാൻ എടുത്തത്. എനിക്ക് 1:5 തൊട്ടടുത്തുനിന്നാണ് എൻ്റെ SL. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയും അവൻ ചെയ്യുന്ന രീതിയും വ്യത്യാസം എന്താ വെച്ചാൽ അവൻ ബ്രാക്കറ്റ് ഓർഡർ വെച്ചിട്ടാണ് ചെയ്യുക. അതായത് 1:5 കറക്റ്റ് കൊടുക്കും. 100 പോയിൻറ്റ് ടാർഗറ്റ്, 20 പോയിൻറ്റ് SL. അത് ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ചെയ്യുന്ന രീതിയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ അവൻ്റെ ടാർഗറ്റ് അടിക്കുന്ന സമയത്ത് എൻ്റെ SL അടിച്ചിട്ടുണ്ടാവും. ടാർഗറ്റ് അടിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ചിലപ്പോൾ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 1:5, 6, 7 കിട്ടാം. ചിലപ്പോൾ 1:8 കിട്ടാം, 1:4 കിട്ടാം. ചെറിയ മാറ്റങ്ങളുണ്ടാകും. ഞാൻ കാരണം ഓരോ സിങ് ഹൈകളിൽ ഇറങ്ങാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ അത് പ്രീ പ്ലാൻഡ് ആണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് എത്തുക. ബിഗിനേഴ്സ് ആയിരിക്കും അധികവും അത്തരത്തിലുള്ള ഡൗട്ടും കംപ്ലയിൻറ്റ്സ് ഒക്കെ പറയാം. കുറച്ച് കാലം മാർക്കറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിനെ കുറച്ചൊരു ഐഡിയ ഉണ്ടാവും. പ്രോപ്പർ എങ്ങനെയാണ് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്ര ആളുകൾക്ക് അറിയാൻ പറ്റും. തുടക്കത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ തോന്നലുകൾ വരിക. അതായത് ഇത്ര ബുക്ക് ചെയ്ത് 10,000 പോയിട്ട് ബുക്ക് ചെയ്തില്ല, അത് ലോസിൽ ബുക്ക് ചെയ്തില്ലേ, അത് മണ്ടത്തരായി പോയില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, ആ തോന്നലുകൾ വലിയൊരു പ്രശ്നക്കാരനാണ് ശരിക്കും. നമ്മൾ ആ ഒരു തോന്നലുകളല്ല നമുക്ക് വേണ്ടത്. പ്രോപ്പർ ഒരു ട്രേഡിംഗ് സ്റ്റൈല്, ഒരു എൻട്രി ഏരിയ, എക്സിറ്റ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അതിൽ എപ്പോഴാണോ നിങ്ങൾ ഇറങ്ങാൻ കഴിയുന്നത് അവിടെയാണ് നിങ്ങളൊരു പ്രോഫിറ്റബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ്. പ്രോഫിറ്റബിൾ എന്നല്ല, ആ ഒരു ഡിസിപ്ലിൻ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ ട്രെൻഡ് ലൈൻ ഇതാട്ടോ, ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് ലൈൻ 2-3 ദിവസങ്ങളിലായിട്ട് 5 മിനിറ്റ്സിലും 15 മിനിറ്റ്സിലൊക്കെ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ജസ്റ്റ് അവിടെ വിക്കി ഒന്ന് പോയില്ലേ, നമുക്ക് എൻട്രി കിട്ടുമോ നോക്കാം. ആ ഒരു ഏരിയയിലൊക്കെ ട്രെൻഡ് ലൈൻ്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് പ്ലാനൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ IDXകൾ ടാപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയകളാണ്. കാരണം മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് കൺസോൾട്ടേഷൻ ആ ഒരു ഏരിയ തന്നെ ഉണ്ടല്ലേ. അപ്പം അവിടെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:48 ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഞാൻ രാവിലെ പറഞ്ഞ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ 52,000 എടുത്തിട്ടില്ല, ഒരു സീനുണ്ട്. നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം അവിടുന്ന്.
ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നമുണ്ട്, DK കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ അതുപോലെ മൊമെൻറ്റും ഗാമ സ്പൈക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടിനും പോസിബിലിറ്റി ഉണ്ട്. നല്ല മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ അടിപൊളി പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിലോ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് സ്പെൻഡ് ചെയ്ത് സമയം കളയും ചെയ്യും. അതാണ് അവസ്ഥ ബാങ്ക് നിഫ്റ്റിൻ്റെ. പക്ഷേ നമ്മളൊരു ഓപ്ഷൻ മൊമെൻറ്റം ട്രേഡേഴ്സ്, അതായത് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഇത്തരം എക്സ്പയറി ഡേയ്സ് ബെറ്ററാണ് കുറച്ചും കൂടെ. ആളുകൾ എപ്പോഴും പറയും എക്സ്പയറി ഡേയ്സിൽ റിസ്ക് അല്ലേ എന്നൊക്കെ. ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ബൈ കൊടുക്കാം. 1 മിനിറ്റിൽ ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ബൈ കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ്, 2000 രൂപ ആയിരിക്കും ട്രേഡിൽ ലോസ് വരിക. ടാർജറ്റിലേക്ക് 1:5 എബവ് ഉണ്ട് സ്പോട്ടിൽ. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫാസ്റ്റ് മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ എക്സ്പയറി ഡേ ആകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ 52,100 റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത് അല്ലേ. 52,100 റേഞ്ചിലാണ് അത്യാവശ്യം പ്രോഫിറ്റ്. നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ മാർക്കറ്റിലേക്ക്. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നോർമലി ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിൻ്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എപ്പോഴും ട്രേഡ് എടുത്തതിന് ശേഷം അവിടെ നിന്നാൽ പോലും പലപ്പോഴും ലോസ് കാണിക്കുന്ന സമയത്ത് നമ്മളൊരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ പലപ്പോഴും ട്രേഡ് എടുത്ത ഉടനെ പ്രോഫിറ്റ് കാണിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ട്രേഡ്സ് പലരും പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്കാൽപ്പിംഗ് നമുക്ക് നല്ലൊരു സ്യൂട്ടബിൾ ഓപ്ഷൻ തന്നെയാണ്. കാരണം പലപ്പോഴും ട്രേഡ് എടുത്ത ഉടനെ ഒരു 5,000 4,000 മിനിമം അധിക സമയത്തും കയറാറുണ്ട്. ഈ ട്രേഡിലും 4,000 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കയറുന്നുണ്ട്. അതായത് അത് സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ്. ഞാൻ കുറേ കാലമായിട്ട് സ്കാൽപ്പിങ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൽ നോക്കിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ സ്കാൽപ്പിംഗ് ഒരു മോശം എന്നല്ല ഞാൻ പറയും, നല്ല സെറ്റപ്പ് തന്നെയാണ്. കാരണം അതിലൊരു പ്രാക്ടീസും സാധനങ്ങളൊക്കെ ഉണ്ടായാൽ അതിലും ചെയ്യാം. ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്കാൽപ്പിംഗ് സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ചെയ്യുന്നെങ്കിൽ ആ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യും. കാരണം നമ്മൾ ഒരു സ്ട്രാറ്റജി ഞാൻ എന്താ പറയുക, ഇത് ആണ് കറക്റ്റ്, ഇത് ലൈഫ് ലോങ് ഇതേപോലെ വർക്ക് ചെയ്യും എന്നല്ല പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. കാരണം അങ്ങനെ മാർക്കറ്റിനെ നമ്മളെപ്പോഴും കാണേണ്ടത് ഒരു മാർക്കറ്റിലൊരു ചേഞ്ചിനെ നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. 5,000 ഒക്കെ എത്തിയില്ലേ പറഞ്ഞിട്ടുള്ളൂ, 5,000 എത്തിയിട്ടുണ്ട്. ആ ചേഞ്ച് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജിയിൽ ആളുകൾ എപ്പോഴും ഒരു സ്റ്റിക്ക് ഓൺ ആയി പോകണം എവിടെയാണെന്നറിയോ. നമുക്ക് എന്താ പറയുക, ഒരു സിസ്റ്റം പഠിച്ചു, ഒരു CPR പോലെ ബ്രേക്ക് ഔട്ട് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്നെ ജീവിതകാലം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര തവണ അത് റിസൾട്ട് അടിച്ചാലും മോശം റിസൾട്ട് കിട്ടിയാൽ പോലും നമ്മൾ പിന്നെയും അതിനെ ന്യായീകരിച്ചിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഏത് സിസ്റ്റം, ഇപ്പോൾ അങ്ങനെ ഒരു വ്യൂ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവരുത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ എവിടെയാണ് പോരായ്മ, എവിടെയാണ് പ്രശ്നങ്ങൾ, എൻ്റെ ഇമോഷണൽ സൈഡാണോ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജിയാണോ പ്രശ്നം, അതിലൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ആ മാറ്റം ഉൾക്കൊള്ളാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല എക്സ്പയറി ഡേയുടെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇപ്പോൾ ആകെ മാർക്കറ്റ് മൂവ് ചെയ്ത് 50 പോയിൻ്റ് കണ്ടാണ് അല്ലേ. നമുക്ക് പ്രീമിയത്തിൽ നിയർലി 40-50 പോയിൻ്റ് അടുത്ത് കിട്ടി. നോർമലി നമ്മൾ 100 പോയിൻ്റ് പോകുമ്പോഴാണ് 50 പോയിൻ്റ് ഒക്കെ പോവുക അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പയറി ഡേയിൽ ഒരു ഗുണമുണ്ട് ദോഷമുണ്ട്. അതായത് ടൈം എടുത്തിട്ടാണ് മാർക്കറ്റ് ടാർജറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ടൈം എടുക്കാതെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, മൊമെൻ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നാട്ടി ഭയങ്കര പ്രോഫിറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ കണ്ടോ 152 162 എത്തിയിട്ടുള്ളൂ മാർക്കറ്റ്. അപ്പോഴേക്കും നമുക്ക് 6,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നു. ഒരു 1:4 റേഞ്ചിലൊക്കെ എത്തുകയാണെങ്കിൽ ഞാൻ കോസ്റ്റ് വെക്കും. നോർമലി 1:5 വെക്കുക. എന്താ വെച്ചാൽ എക്സ്പയറി ഡേ അല്ലേ, മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ഇത്രയും പ്രോഫിറ്റ് വന്നതിന് ശേഷം പിന്നെ ഒരുപാട് സമയം കൺസോൾട്ടേറ്റ് ചെയ്താലും ചിലപ്പോൾ ലോസ് അല്ലെങ്കിൽ കുറച്ച് താഴെ വരുമ്പോൾ പെട്ടെന്ന് ലോസും വരും. അപ്പോൾ നോർമൽ ഡേയ്സിലൊക്കെ ഞാൻ 1:5 വെക്കുക. ഇനി എക്സ്പയറി ഡേയിൽ പൊതുവേ ആ ഒരു റേഞ്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് അങ്ങനെയാണ് അധികവും. എക്സ്പയറി ഡേയിൽ കുറച്ചൊന്ന് നേരത്തെ മീൻസ് ട്രെയിൽ ചെയ്യുന്നത് 1:5 ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഞാൻ അടുപ്പിച്ച് ഒരിക്കലും ട്രെയിൽ ചെയ്യാറില്ല. നമ്മുടെ പ്രോഫിറ്റിൻ്റെ തൊട്ടടുത്ത് ഞാൻ ട്രെയിലിങ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ആ രീതിയിലൊക്കെ ചെയ്യട്ടോ. അത് സ്കാൽപ്പിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, വർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ റെഡി ആവുന്നതാണ്. 7,000 സംതിങ് പ്രോഫിറ്റ് കിട്ടിയില്ലേ, 7,300 8,000 പറക്കുണ്ട്. ആകെ 70 പോയിൻ്റ് മാർക്കറ്റ് അവിടെ നിന്ന് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും എത്ര പോയിൻ്റായി, അടിപൊളി 75 പോയിൻ്റ് പ്രോഫിറ്റായി. മീൻസ് ഓൾമോസ്റ്റ് നല്ല പോക്ക് പോകുന്നുണ്ട്. പ്രതീക്ഷിക്കാം ഇത് ടാർജറ്റ് അടിക്കുമെന്ന് വിചാരിക്കാം. ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഹാഫ് മൂവ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ടാർജറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത്
ഇതേ മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റിൽ ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. 1:5 അബോവ് സുഖമായിട്ട് കിട്ടും. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴേ നമ്മൾ റിസ്ക് റിവാർഡിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടിയല്ലോ എന്ന് നമുക്ക് അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, അത്ര അറിയില്ല നമുക്ക്. ചിലപ്പോൾ നേരെ വന്ന് SL അടിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. എത്ര മൊമെൻറ്റം കിട്ടിയെന്ന് വെച്ചൊരു ഗ്യാരണ്ടി ഇല്ല. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു കേട്ടോ, നമുക്ക് ട്രേഡിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഏതായാലും ഞാൻ കോസ്റ്റിൽ വെക്കാനായിട്ടില്ല. കോസ്റ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 8,000 എത്തിയിട്ടില്ല. 8,000 എത്തിയാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് നോക്കാം, കുഴപ്പമില്ല. 8,000 പറഞ്ഞാൽ നിയർലി 1:4 ആയി. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. അതായത് സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10 മണിയായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിച്ച് തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ എൻട്രി എടുത്തതിനേക്കാളും പിന്നെയും ഒരുപാട് താഴെ വന്നപ്പോഴാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. അപ്പോൾ പ്രീമിയത്തിന് ഒരു മൊമെൻ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ ടൈമൊക്കെ ഇവിടെ കാണാം. 9:50 എൻട്രി, 10 മണിക്ക് എക്സിറ്റ്. ഇന്നും 8,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷമല്ല പോയത് വെച്ചാൽ നല്ല മൊമെൻ്റാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്കാൽപ്പിങ്ങിൽ നോക്കണം. പക്ഷേ ഡയറക്റ്റ് ഇപ്പോൾ നോക്കണം എന്നല്ല, കുറച്ച് കാലം വാച്ച് ചെയ്തിട്ട് ഞാനത് ചെയ്യുള്ളൂ. ഡയറക്റ്റ് ഇന്ന് നാളെ മുതൽ സ്കാൽപ്പിങ്. കഴിഞ്ഞ വീക്കിൽ നോക്കുകയാണെങ്കിൽ എടുത്ത ട്രേഡിൽ ഒരു 90% 5,000 രൂപ പ്രോഫിറ്റ് കാണിച്ചിട്ട് ലോസിലേക്ക് വന്നിട്ടുള്ളൂ. പരിഗണിക്കാവുന്നതാണ് ആ ഒരു മെത്തേഡ്. നമ്മൾ നോക്കാം. ഓരോരുത്തർക്ക് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ലിക്വിഡിറ്റി അതിൻ്റെ സ്വന്തമായിട്ടൊരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ അപ്പോൾ ഞാൻ പഠിപ്പിച്ചതെന്ന് അല്ലെങ്കിൽ ഞാൻ പർച്ചേയിൽ പോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്താൽ നല്ല പ്രോഫിറ്റബിൾ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഒന്നുകൂടി ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിക്വിഡിറ്റിൻ്റെ താഴെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നോക്കാം. സമയം 10:42 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ. പോവുകയാണെങ്കിൽ നേരെ താഴേക്ക് പോകാൻ പെട്ടെന്ന് പോകും മാർക്കറ്റ്. പക്ഷേ താഴേക്ക് പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ, ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ എപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയാണ് എപ്പോഴും മുകളിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു IDX ഏരിയയൊക്കെ ഉണ്ട്. പിന്നെ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ഡൗൺ സൈഡ് നിന്നതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ഏരിയേൻ്റെ തൊട്ടടുത്താണ്. അവിടുത്തെ ചെറിയൊരു ബ്രേക്ക് ഔട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റ്. അപ്പോൾ ആ ഒരു 1 മിനിറ്റിൽ ഇതേപോലെ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്താണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ 1 മിനിറ്റ് ഒരു ചെറിയൊരു IDX ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ IDXലേക്ക് വരുന്നുണ്ട്. നമുക്കൊരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. ഇത് ഇന്നെടുത്ത ട്രേഡ് രണ്ടും നമ്മുടെ പ്രോപ്പർ ഒരു ഹയർ ടൈം ഫ്രെയിം IDX സെറ്റപ്പിലല്ല, പ്രൈസ് ആക്ഷൻ ട്രാപ്പ് സെറ്റപ്പിലാണ്. ഇത് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നിന്ന് എടുക്കുന്നതാണ്. ട്രെൻഡ് ലൈൻ്റെ താഴെ മാർക്കറ്റ് നിൽക്കുന്ന രീതി, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നിൽക്കുന്ന രീതി, ഒരു ട്രെൻഡ് ലൈൻ ഏരിയൻ്റെ തൊട്ടടുത്ത് നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയയാണ്. ഇതെപ്പോഴും കറക്റ്റായി കൊള്ളുന്നില്ല. നമ്മൾ ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യാം. ഏതായാലും എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്, നോക്കാം നമുക്ക്. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ട്രേഡ് എടുത്താൽ മതി, ചാടി കയറി എടുക്കണമെന്നില്ല. ബാങ്ക് നിഫ്റ്റി ഒരു 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 ഇതില്ലാത്തൊരു ഇതുപോലെ മാർക്കറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യാതെ പോലെ IDXകളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രെൻഡ് ലൈനാണ് ഫ്യൂച്ചർ ചാർട്ടിൽ. ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അളവ് കുറച്ച് നേരമില്ല, ഇന്ന് ഇങ്ങനെ തന്നെ പതുങ്ങി നിൽക്കണം. ആ പതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പതുങ്ങി നിൽക്കുക. അവിടെ തൊട്ടെ താഴേക്ക് വട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ആളുകളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, മൈൻഡ് സെറ്റിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ, ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷേ പുള്ളി ഇപ്പോൾ പറയണത് എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ഇപ്പം അടുത്തുണ്ട്, ഞാൻ ട്രേഡിങ് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം കോമഡി. ഞാൻ അതൊന്നും ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിലോട്ട് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ട്രേഡിങ് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ചൊക്കെ മാർക്കറ്റിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യണം. ഒരു റിസ്ക് റിവാർഡൊക്കെ മീൻസ് പ്രോബബിലിറ്റി ഗെയിമാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ പുള്ളി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. അത് പഠിക്കാത്ത ആളുകൾക്കാണ് തുടക്കത്തിൽ ആ പ്രശ്നം വരുള്ളൂ എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ട്രേഡിങ് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുമ്പ് അത് ഞാൻ പറഞ്ഞത് അത് ബുദ്ധി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സാധനമല്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസും ആ ഒരു തോൽവിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ് വലിയൊരു കാര്യത്തിൻ്റെ.
പുള്ളിയുടെ വ്യൂവിൽ കറക്റ്റാണ്. കാരണം പുള്ളി നന്നായിട്ട് പഠിച്ചിട്ട് നല്ല എക്സാമൊക്കെ എഴുതി പാസ്സായിട്ട് നോക്കുന്ന നല്ല ജോലി കിട്ടുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവമാണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയവും ഈസിയായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നതാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയായിക്കോളും. പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ റെഡി ആയിക്കോളും എന്നുള്ളതാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെ തൊട്ടടുത്തുനിന്ന് എങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ചെറിയൊരു 1 മിനിറ്റിലൊരു പ്രൈസ് ആക്ഷൻ 1 മിനിറ്റിലൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. ഞാൻ എപ്പോഴും പ്രൈസ് ആക്ഷൻ ട്രാപ്പിലും 1 മിനിറ്റ് ലിക്വിഡിറ്റി എടുക്കുമ്പോഴേ ട്രേഡ് എടുക്കാറുള്ളൂ കേട്ടോ. പ്രൈസ് ആക്ഷൻ ട്രാപ്പ് വന്നാലും അതിലൊരു 1 മിനിറ്റിലൊരു എൻട്രി കിട്ടുമ്പോൾ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. ആ ഒരു എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ മാർക്കറ്റ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ എത്ര പഠിച്ചു കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസ് ഇടാതൊന്നും ട്രേഡ് ചെയ്യരുത് ആരും. ആ ഒരു വ്യൂ പറഞ്ഞതെന്നുള്ളൂ. നമ്മൾ മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്ന പോലെ കംപ്ലീറ്റ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് എന്നെ ബീറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആ മൈൻഡ് സെറ്റ് അല്ല ട്രേഡിങ്ങിന് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് കുറേ ട്രേഡ് ചെയ്ത ആളുകൾക്ക് മനസ്സിലായേണ്ട, തുടക്കക്കാരതൊന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു ട്രേഡിന് 50-50 പോസിബിലിറ്റി ഉള്ളൂ. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൊടുക്കാതെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ കോസ്റ്റ് എക്സിറ്റ് ആണ്. പക്ഷേ സെക്കൻഡ് ട്രേഡ് പ്രോപ്പറായിട്ട് നോക്കാം. അതും സെക്കൻഡ് ട്രേഡും ഇതേപോലെ തന്നെ 1:4 എബോവ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ. എന്നാൽ എക്സ്പയറി ആയതുകൊണ്ടാണ്. നോർമലി ഡേയ്സിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. നോക്കാം, നമുക്ക് ടാർജറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 11:09 9,000 റേഞ്ചിൽ വീണ്ടും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡിൽ അപ്പോൾ 9,000 8,000 എബോവ് വരാണ്. കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ അതിൽ വെച്ച് കൊടുക്കുക. കാരണം ഒരു സിങ് ഹൈയും അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസിലേക്ക് ഞാൻ വെക്കണുള്ളൂ. ഇനി മിക്കവാറും താഴേക്ക് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ അവസ്ഥ. ഇന്നലത്തെ അതേപോലെ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മളായിട്ടില്ല, സ്കാൽപ്പിങ്ങിനൊന്നും ആയിട്ടില്ല. തൽക്കാലം നമ്മുടെ ടാർഗറ്റിന് തന്നെ വെയിറ്റ് ചെയ്യാം. ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ അടിപൊളി, നമുക്ക് നല്ല പ്രോഫിറ്റും ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയില്ലല്ലോ, ഞാൻ പറഞ്ഞു 8,000 വരെ പോകാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ താഴേക്ക് മിക്കവാറും സിംഗിൾ ഹൈ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരുമെന്ന് അറിയില്ല. ഫ്യൂച്ചർ ചാർട്ടിലൊരു സിംഗ് ഹൈ എടുത്തിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ്. എക്സിറ്റ് ചെയ്യണ്ട, അവിടെ നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ മിക്കവാറും ഇതും താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഇഷ്ടം പോലെ ട്രേഡ് ആയില്ലേ. 5,000 പോയിരുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. വീണ്ടും 9,000 കുറഞ്ഞ് 6,000 എത്തിയില്ലേ. പക്ഷേ നമ്മുടെ ആ ഒരു സിങ് ഹൈ ഇല്ലേ, ഞാൻ പറഞ്ഞ സിങ് ഹൈ കട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റ്. നിയറസ്റ്റ് സിങ് ഹൈയിലാണെങ്കിൽ ഇപ്പം ആ ഒരു എക്സിറ്റ് ഏരിയ ആണ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു 50 മിനിറ്റ്സ് ITXൻ്റെ ഏരിയയിൽ തന്നെ ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ്. ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ കുറച്ചും കൂടി മുകളിലാണ്. അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇത് പോവുകയാണെങ്കിലാണ് പ്രശ്നം. ഇതും പോവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് നല്ല രസം ഉണ്ടാവില്ലേ. കമൻറ്റിൽ ആളുകൾ പറയും നിങ്ങൾക്ക് പഠിച്ചില്ലല്ലേ, നിങ്ങൾക്ക് പാഠം പഠിച്ചില്ലല്ലേ എന്ന് കേൾക്കേണ്ടി വരും മിക്കവാറും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് തുടക്കക്കാരുടെ ഒരു ഇതായിട്ടായിരിക്കും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഓരോരുത്തരുടെ ഓരോ വ്യൂ ആണ്. അവർ പറയും. നമ്മളതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, മോശം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്തൊക്കെയാണ് മാർക്കറ്റിന്. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് ഇക്കാര്യം പറയുന്നത്. ചിലപ്പോൾ ഇത് SL അടിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഹാപ്പി ആവണമെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഏരിയ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി. അല്ലെങ്കിൽ ഞാൻ സ്കാൽപ്പിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. അല്ലാത്ത സമയത്ത് ഞാൻ എവിടെയാണോ പ്രീ പ്ലാൻ ചെയ്ത ടാർഗറ്റ് ഏരിയ അവിടെ എത്തുമ്പോഴേ ഞാൻ എക്സിറ്റ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും വലിയൊരു ടെൻഷനില്ല. ചെറിയ ഇമോഷണൽ ടെൻഷൻ ഉണ്ടാവും, അതറിയാം, ചെറുതായിട്ടുള്ളൂ. അല്ല വലുതായിട്ട് പണ്ടത്തെ പോലെയൊന്നും എനിക്കില്ല. കാരണം ഞാൻ ഹാപ്പി ആവുന്ന എവിടെ വെച്ചാൽ ഞാൻ എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ എൻട്രി എടുത്തിട്ടുണ്ടോ അതൊക്കെ. എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഹാപ്പിയാണ്. അതുപോലെ പ്രോപ്പർ ഏരിയയിലാണോ ടാർഗറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ SL തിരിച്ച് വന്ന് അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 5,000 എത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം, നോക്കാം നമുക്ക്.
സമയം 12 മണിയായില്ലേ. നമ്മൾ ട്രേഡ് 10:15 എടുത്തതാണ്. നമ്മുടെ 1:5 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഇപ്പോൾ വന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട കോസ്റ്റ് പ്രൈസിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഓ മൈ ഗാഡ്, കിട്ടില്ല ക്യാൻസലാവുന്നു കേട്ടോ. ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് 1 മണിക്കൂറല്ലല്ലേ, 1 മണിക്കൂറിലധികമായി. 12 മണി അറിയുമ്പോൾ 1.25 മണിക്കൂറായി ട്രേഡ് എടുത്ത്. ടാർഗറ്റ് വരട്ടെ എത്തിയിട്ട് ബുക്ക് ചെയ്യാം. മാർക്കറ്റ് പ്രൈസിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. കിട്ടില്ല സ്പൈക്ക് ആവുന്നത്. ഓ മൈ ഗാഡ്, എത്ര പ്രോഫിറ്റ്? എൻ്റെ 20,000. ഓ മൈ ഗാഡ്, 20,000 എന്ന് പറഞ്ഞാൽ 200 പോയിൻറ്റിൻ്റെ അടുത്തായി. ഞാൻ പറഞ്ഞില്ല, ആകെ നമുക്ക് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 പോയിൻറ്റ് സംതിങ് ഉള്ളായിരുന്നു സ്പോട്ടിൽ, ഏത് ഫ്യൂച്ചർ ചാർട്ടിൽ. പക്ഷേ പ്രീമിയത്തിലും 200 കിട്ടി. പക്ഷേ അതിന് ശേഷം വീണ്ടും പറക്കാനുള്ള 400 എത്തി. കുഴപ്പമില്ല, നമ്മുടെ ടാർഗറ്റ് ഏരിയയിൽ എക്സിറ്റ് ചെയ്താൽ നമ്മൾ ഹാപ്പി. അതുപോലെ സ്റ്റോപ്പ് ലോസിൽ കറക്റ്റ് കൊടുത്താലും ഹാപ്പി. അപ്പോൾ നമുക്ക് എന്തായി, 8,000 9,000 ബുക്ക് ചെയ്യുന്ന സാധനത്ത് 20,000 അന്നത്തെ ദിവസം ബുക്ക് ചെയ്യാൻ പറ്റിയത്. അത് അത്തരം ദിവസങ്ങളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്താൽ ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ ചില ദിവസങ്ങളിൽ. അപ്പം അത്തരം ദിവസങ്ങളിൽ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ട്രേഡ്സ് കുറേ എസ് എൽ അടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ നമ്മൾ എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്ത് 8,000 കിട്ടിയത് 4,000 വന്ന്, ഈ 3,000 വന്ന്, വീണ്ടും 10,000 പോയി, പിന്നെയും താഴേക്ക് വന്ന്. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കിയാൽ മതി. ഉണ്ടോ, എൻട്രി ടൈം എക്സിറ്റ് ടൈം ഒക്കെ അങ്ങ് കുറേ കാണാം. നിയർലി 200 പോയിൻറ്റ്സ്, 200 എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ 200ൻ്റെ അബോവ് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എക്സാക്ട്ലി ഏരിയയിൽ നമ്മൾ ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. നിഫ്റ്റിയും ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി ഇതുവരെ പോയിട്ടില്ല. നിഫ്റ്റിയും ഒരു പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനുള്ള. പക്ഷേ ഒരുപാട് സമയത്തില്ലേ, 24,200 താഴേക്ക് അങ്ങനെ പോണ്. അവിടെ നിഫ്റ്റിയിലും ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ഏതായാലും നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 20,000 പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മൾ. സമയം 1:58 അല്ലേ. നമ്മൾ മാർക്കറ്റ് പിന്നെയും നല്ല അപ്സൈഡ് പോയി, ഒരുപാട് മുകളിൽ പോയി. നമ്മൾ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി നല്ല ബുള്ളിഷായിട്ട് മുകളിൽ പോയിട്ടോ. നിഫ്റ്റി ഒരു എൻട്രിയും തന്നിട്ടില്ല. പക്ഷേ നിഫ്റ്റി ഇപ്പം നമുക്ക് ഡൗൺ സൈഡ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയിൽ നിന്നും പക്ഷേ നമുക്ക് എൻട്രി തരാതെ പറന്ന് പോയി. ഇന്നലെ മാർക്ക് ചെയ്ത ലെവലാത്. ഇന്ന് രാവിലെ കണ്ടില്ലേ, 24,351 ആ ലെവലിലുള്ള റിയാക്ഷൻ കണ്ടോ. 24,400 പുട്ട് ഓപ്ഷൻ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ടോപ്പിൽ നിന്ന് എൻട്രി കിട്ടിയില്ല. ടോപ്പിൽ നിന്ന് എൻട്രി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ താഴെ അപ്സൈഡിലേക്ക് നോക്കാനും പറ്റിയൊരു ഏരിയ ഉണ്ട്. അത് പക്ഷേ താഴേക്ക് നോക്കണം മീൻസ് മുകളിലേക്ക് നോക്കാനും ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ്. അത് ബാങ്ക് ആണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലും ഒരു ബാങ്ക് മരിച്ച മാതിരി കിടക്കുക അങ്ങനെ കുറേ നേരമായിട്ട്. നല്ല ബുള്ളിഷായതിനു ശേഷം കേട്ടോ. പക്ഷേ നിഫ്റ്റിയിലൊരു ഓപ്പർച്യൂണിറ്റി തരാതെയാണ് താഴേക്ക് ഫാൾ വന്നത്. ഞാൻ ആ മുകളിൽ നിന്ന് ഇങ്ങനെ 24,350 ടാപ്പ് ചെയ്തപ്പോൾ ഒരു IDX ഒക്കെ ഉണ്ടാക്കി ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുക. പക്ഷേ എൻട്രി തരാതെ അങ്ങനെ താഴേക്ക് വന്നു. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണല്ലോ മാർക്കറ്റ്. പിന്നെ അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കണമെന്നുള്ളത്. അതുവരെ നമ്മൾ പിന്നെ ട്രേഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സമയം 2 മണിയായി, പിന്നെ ട്രേഡൊന്നും എടുത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് കിട്ടുകയാണെങ്കിൽ അടിപൊളി. കുറച്ച് മുകളിലേക്ക് തന്നെ പോകണമെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 2:22 ആയിട്ടുണ്ട്. ഞാനൊരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒന്നുകിൽ നമുക്ക് ട്രേഡ് ഒഴിവാക്കാം അത് വേണമെങ്കിൽ. പക്ഷേ എന്താ വെച്ചാൽ ചെറിയ ടാർഗറ്റ് ഉള്ളൂ, 1:5 ഉണ്ടാവില്ല. ഒരു സ്കാൽപ്പിംഗ് മെത്തേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഞാൻ മാർക്കറ്റ് നല്ല ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിനോട് ഡൗൺ സൈഡിലേക്ക് ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ. പക്ഷേ 1:2 എബോവ് എത്തിയാൽ തന്നെ ഞാൻ എന്താ പറയുക, ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ട്രേഡ് ഒരു സ്കാൽപ്പിംഗ് സ്റ്റൈലാണ്. കാരണം നമുക്ക് 1:5 നമ്മൾ നോർമലി വെക്കണം. നിഫ്റ്റിയിൽ 50 പോയിൻറ്റ് എബോവുള്ള ട്രേഡ്സ് എടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1:5 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ 1:5 6 ഒക്കെ കിട്ടാം. പക്ഷേ അങ്ങനെയുള്ള ട്രേഡ് അല്ല അത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ എൻ്റെ ട്രേഡിങ് സ്റ്റൈലാണെങ്കിൽ നമുക്കത് ഒന്നുകിൽ ഒഴിവാക്കാം, കാരണം 50 പോയിൻ്റ് ഇല്ല എന്ന് വെച്ചിട്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുത്തിട്ട് സ്കാൽപ്പിംഗ് നോക്കാം. സ്കാൽപ്പിംഗ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. 1:2 എബോവ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഹൈ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെക്കും എന്നുള്ളതാണ് പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ നിഫ്റ്റി ഒരു ട്രേഡ് എടുത്ത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ അപ്പ് സൈഡിലേക്ക് ഒന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പിന്നെ ട്രേഡ് എടുത്ത ഉടനെ കണ്ടത് ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തതാണ് ആ ട്രേഡിൽ. അപ്പോൾ ആ ഒരു ട്രേഡിൽ ചെറിയൊരു ലോസേ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രേഡിൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സിങ് ഹൈ കട്ട് ചെയ്യട്ടെ. 1:2 ഒക്കെ അല്ലെങ്കിൽ ആ സിങ് ഹൈ കട്ട് ചെയ്താൽ തന്നെ കോസ്റ്റിൽ വെക്കട്ടോ. അപ്പോൾ ഏകദേശം 1:1 അടുത്തായിട്ടുണ്ടല്ലേ. നമ്മുടെ 2,000 ആണ് നമ്മുടെ ലോസ്, സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യല്ല, കോസ്റ്റ് പ്രൈസ് അപ്പോൾ 1:1 എബോവ് എത്തിയിട്ടുണ്ട്. ആ സിംഗ് ഹൈ എടുത്തിട്ടില്ല കേട്ടോ. ഒരു സിംഗ് ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. 1:2 വെയിറ്റ് ചെയ്യണ്ട, സ്കാൽപ്പിംഗ് അല്ലേ, ആ ഒരു രീതി നോക്കി വെക്കാം. 2:24 ആയിട്ടുണ്ടല്ലേ, അധികം സമയമില്ല. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ 1, 2, 3, 4ാമത്തെ ട്രേഡാണ്. അതിൽ ഫസ്റ്റത്തെ ട്രേഡ് കോസ്റ്റ് കൊടുത്താണ്. 2ാമത്തെ ട്രേഡ് പ്രോപ്പർ ടാർജറ്റ് അടിച്ച് 20,000. 3ാമത്തെ ട്രേഡ് എടുത്ത എക്സിറ്റ് ചെയ്തും ചെയ്ത് പെട്ടെന്ന് നിഫ്റ്റിയിൽ തന്നെ ഒരു അപ്സൈഡ് തന്നെ ആയിരുന്നു. പക്ഷേ ടാർജറ്റ് ലെവൽ ഇല്ലാത്ത കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയത് കുറച്ചും കൂടി താഴെ വന്നിട്ട് ഒന്നുകൂടി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് ഒരു 1 മിനിറ്റിൽ പ്രോപ്പർ IDX എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് IDX തന്നെയാണ്, ലിക്വിഡിറ്റി ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് എൻട്രി എടുത്തതാണ് അപ്സൈഡിലേക്ക്. നോക്കാം. ഇപ്പം ലോസ് വരാണെങ്കിൽ 2,000 വരും, കാരണം നമ്മുടെ സിംഗ് ഹൈ എടുത്തിട്ടില്ല. തൊട്ടടുത്തുള്ളൊരു ഹൈ ഉണ്ടല്ലോ, അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ വെക്കാം. അതെടുക്കാത്തോളത്തോളം കാലം വെക്കാനായിട്ടില്ല. അല്ലെങ്കിൽ 1:2 എത്തണം. ഒരു 4,000 എബോവ് ഒക്കെ വരികയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം നമുക്ക്. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ലോസ് ഉണ്ടാവില്ല. മിനിമം 20,000 പ്രോഫിറ്റ് തന്നെ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും. ഒരു സിംഗ് ഹൈ എടുത്തിട്ടുണ്ട് കേട്ടോ. സിംഗ് ഹൈ എടുത്ത സമയത്ത് 2,000, 3,000 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് പ്രോഫിറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാതെ നന്നാവുക. സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മൊബൈലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി. വീഡിയോ കട്ടാവണ്ട. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിച്ചു തരാം. നോക്കാം നമുക്ക്. പറഞ്ഞ് സ്പൈക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ പോണ്ട് 4,000 പോയിട്ടുണ്ട്. 5,000, 4,200 പോയി. ആ ഒരു സിംഗ് ഹൈ എടുക്കുകയാണെങ്കിൽ, പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1:5 തന്നെ കിട്ടും. 10,000 പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 30,000 ബുക്ക് ചെയ്യാം നമുക്ക് മിക്കവാറും. അറിയില്ല, പക്ഷേ നല്ല മൊമെൻറ്റം കിട്ടുകയാണ്. ഞാൻ പറഞ്ഞില്ല, മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ പ്രീമിയം നമ്മൾ വിചാരിക്കുന്നതായിരിക്കും സ്പീഡിൽ പോകും. നോക്കാം. ഞാൻ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഓൾമോസ്റ്റ് ഈ ട്രേഡിലും 5,000 പ്രോഫിറ്റ് പോയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. ഓവറോൾ നമുക്ക് 2,500 അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞ പോലെ ഓവറോൾ 4 ട്രേഡായി. ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്നില്ല. ആ സമയം 2:40 ആയി. ഇനി ടൈമും ഇല്ല അല്ലേ. മാർക്കറ്റ് താഴേക്ക് ഒരു എൻട്രി തന്നിട്ടുമില്ല, മുകളിലേക്ക് ഒരു എൻട്രി തന്നു, പക്ഷേ അതിൽ ടാർഗറ്റിലേക്ക് വന്നിട്ടുമില്ല. ബാങ്ക് ഇതേപോലെ ബാങ്ക് ഉണ്ടോ പ്രത്യേക ഒരു പ്രൈസ് ആക്ഷൻ. എക്സ്പയറി ഡേയ്സിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെ, ഒരു ഏരിയ നിന്നാൽ അവിടെ കുറേ നേരം നിൽക്കും. ഈ സീറോ കോൾ നോക്കിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ സീറോ കോൾ നോക്കുമ്പോൾ നേരെ താഴേക്ക് തന്നെ വരും. അങ്ങോട്ട് പോകുന്നതായിരിക്കും, ഇങ്ങോട്ട് വരും. അങ്ങനെ വെറുതെ കാശ് കൊണ്ടേ കളയും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ കണ്ടൊരു സാധനമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ട്രേഡൊക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നാളത്തെ ദിവസം നോക്കാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.